ഖുർആനിൽ അന്നത്തെ അറബികൾക്കറിയാത്തതും പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായ എന്തെങ്കിലും ശാസ്ത്ര വസ്തുതകൾ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാം എന്നതാണ് ഞാനൊരു വെല്ലുവിളിയായിട്ട് ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു വെല്ലുവിളി ഞാൻ ഉയർത്തുമ്പോൾ എന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചുപേര് എന്നെ വിമർശിക്കുകയുണ്ടായി. അങ്ങനെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരിയല്ല എന്ന് പറഞ്ഞത്. ഒന്ന്, വിമർശനം, ഒരു ദൈവീക ഗ്രന്ഥത്തില് 100 കാര്യങ്ങളുണ്ടെങ്കിൽ 99 കാര്യങ്ങളും ശരിയും ഒരു കാര്യം അബദ്ധവുമാണെങ്കിൽ ദൈവീകത പൊളിയും. ഇവിടെ ഞാൻ വെല്ലുവിളിക്കുന്നത് നേരെ തിരിച്ചാണ്. 99 വിഡ്ഢിത്തങ്ങളുള്ള ഒരു പുസ്തകത്തിൽ ഒന്നെങ്കിലും ശരിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുന്നത്. അതും ഒരു യുക്തിവാദി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വെല്ലുവിളിയാണ്. കാരണം ഒരു ദൈവീക ഗ്രന്ഥത്തില് ഒരബദ്ധം ഉണ്ടാവാൻ പാടില്ല. അതിലുള്ളതെല്ലാം ശരികളായിരിക്കണം. ഒരബദ്ധമെങ്കിലും ഉണ്ട് എന്ന് തെളിയിച്ചാൽ, ശാസ്ത്രീയമായി ഒരബദ്ധമെങ്കിലും ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഖുർആനിന്റെ ദൈവീകത അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഞാൻ ഈ വെല്ലുവിളിച്ചത് ഒരിക്കലും യുക്തിപരമായ വെല്ലുവിളിയല്ല എന്ന് എന്റെ സുഹൃത്തുക്കളായ യുക്തിവാദികൾ തന്നെ എന്നെ വിമർശിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ന്യായമാണ്, ശരിയുമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താൻ കാരണം, ഞാൻ ഖുർആൻ പല തവണ പല തഫ്സീറുകളുമായിട്ടും വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലുള്ള ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ പ്രചാരകർ അടിച്ചിറക്കിയിട്ടുള്ള എല്ലാ പ്രചാരണങ്ങളും, എല്ലാം എന്ന് പറയുന്നില്ല, ഏറെക്കുറെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്റെ ഉത്തമമായ ബോധ്യമാണ് ഇത് 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ ഉള്ളൂ എന്ന്. മാത്രമല്ല അന്നത്തെ അറേബ്യയിലെ ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന നാടോടികളായ അറബികളുടെ എല്ലാ അന്ധവിശ്വാസങ്ങളും, എല്ലാ മൂഢകഥകളും, എല്ലാ അബദ്ധധാരണകളും, അന്നത്തെ പ്രാകൃതമായ ധാർമ്മിക മൂല്യങ്ങളും മാത്രമേ ആ ഗ്രന്ഥത്തിൽ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ആദ്യ വായന മുതൽ ശ്രദ്ധിക്കുന്നു, ഇന്നുവരെ വായിച്ചിട്ടും ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മനുഷ്യർക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഗ്രന്ഥത്തിൽ ഇല്ല എന്ന ഒരു നിഗമനത്തിൽ ഞാൻ എത്തുന്നത്. ആ ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു മതവിമർശകൻ എന്ന നിലയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. ഇനി ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഖുർആനില് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ ആ കാലത്തെ അറബികളുടെ അറിവ് മാത്രമാണ്. മനുഷ്യൻ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ, അതായത് തന്റെ ആസന്നമായ ചുറ്റുപാടുകളിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് മനുഷ്യൻ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും അന്നത്തെ അബദ്ധധാരണകൾ അതേപോലെ ഒരു തിരുത്തുമില്ലാതെ പകർത്തിവെക്കുകയല്ലാതെ ശാസ്ത്രീയമായ ഒരറിവും പകർന്നു നൽകുന്ന ഒന്നും തന്നെ ഈ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോ മതത്തിന്റെ പ്രചാരകർ പറയുന്ന ഒരു വാദമുണ്ട്, ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന പുസ്തകമല്ലല്ലോ, അത് ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന പുസ്തകമല്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. അവിടെ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്, 2 മറുപടിയുണ്ട്. ഒന്ന്, ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നതല്ല എങ്കിൽ അതിൽ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രം കൈകാര്യം കഴിയുന്ന വിഷയങ്ങളിൽ അബദ്ധങ്ങൾ പറയാതിരിക്കാനുള്ള വിവേകമെങ്കിലും ഒരു ദൈവത്തിനുണ്ടാവണ്ടേ. അപ്പോ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നതല്ലെങ്കിലും ശാസ്ത്രപരമായ മണ്ടത്തരങ്ങൾ പഠിപ്പിക്കാതിരിക്കാനുള്ള വിവേകമെങ്കിലും ഒരു ദൈവത്തിനുണ്ടാവണ്ടേ. അതുപോലും ഖുർആൻ അവതരിപ്പിച്ച ദൈവത്തിനില്ല എന്നാണ് ഖുർആൻ പഠിച്ചപ്പോൾ
എനിക്ക് ബോധ്യമായ ഒരു വസ്തുത. ഇനി ധാർമ്മികതയുടെ കാര്യം പറയുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യരുടെ ധാർമ്മികതയ്ക്കപ്പുറം ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളൊന്നും തന്നെ ഖുർആനിൽ സ്വാഭാവികമായി കണ്ടെത്താൻ കഴിയില്ല. ഈ പറഞ്ഞതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ഖുർആനിൽ ശാസ്ത്രപരമായ അബദ്ധങ്ങളുള്ളതിനെ വ്യാഖ്യാനങ്ങളിലൂടെ സുബദ്ധങ്ങളാക്കി മാറ്റുന്ന ആളുകൾ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയും അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയും കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഖുർആനിൽ ഒരുപാട് ശാസ്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന ഒരു വാദം. ഈ വാദത്തിന്, ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്ന ഈ വാദത്തിന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അരനൂറ്റാണ്ടിനപ്പുറം പ്രായമില്ല. ഈ പ്രചാരണം തുടങ്ങിയിട്ട് ഒരു 50 വർഷമേ ആയിട്ടുള്ളൂ. ഈ പ്രചാരണം ഏറെക്കുറെ തുടങ്ങുന്ന കാലത്ത് തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് തന്നെ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എന്റെ ആദ്യത്തെ ലേഖനത്തിന്റെ തലക്കെട്ട് ഖുർആനിലെ ഭ്രൂണശാസ്ത്രം എന്നാണ്. രണ്ടാമത്തെ ലേഖനത്തിന്റെ തലക്കെട്ട് ഖുർആനിലെ ഖഗോളശാസ്ത്രം എന്നാണ്. ഇതൊക്കെ 80കളുടെ തുടക്കത്തിലാണ് നമ്മൾ എഴുതുന്നത്. ആ കാലത്ത് തന്നെയാണ് ഖുർആൻ ശാസ്ത്ര അത്ഭുതങ്ങളുടെ വലിയൊരു പ്രചാരണം നമ്മുടെ നാട്ടിലും പുറം ലോകത്തും ശക്തമായി ആരംഭിക്കുന്നത്. അത് ഈ പ്രചാരണം 80കളുടെ തുടക്കത്തിലും 70കളിൽ തന്നെ ചെറിയ തോതിൽ തുടങ്ങി 80കളുടെ തുടക്കത്തില് ഈ പ്രചാരണം ആരംഭിച്ചത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായി രൂപപ്പെട്ട ഒരു വൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ആ പ്രോജക്റ്റിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച ആളാണ് അബ്ദുൽ മജീദ് അൽ സിന്ദാനി എന്ന് പറയുന്ന യമൻകാരനായിട്ടുള്ള ഇദ്ദേഹമാണ് ഖുർആനിൽ ഒളിച്ചു കടത്തിയിട്ടുള്ള ശാസ്ത്രം കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടി കൂടി ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ പേര് ഫൗണ്ടർ ഓഫ് കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ദ ഖുർആൻ ആൻഡ് സുന്ന എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ കിട്ടും. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സലഫി ഭീകരവാദിയായിരുന്നു. ഭീകരവാദി എന്ന് വെറുതെ പറയുന്നതല്ല, അതിന് തെളിവുകൾ മാധ്യമങ്ങൾ പിന്നീട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റിന് ആദ്യം ഫൈനാൻസ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉസാമ ബിൻ ലാദൻ ഉണ്ട്. ഇദ്ദേഹത്തിന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നതിന് പിൽക്കാലത്ത് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ സംഘടനയുടെ തന്നെ ഒരു യമൻ വേർഷനായിട്ടുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടന ഇദ്ദേഹം യമനിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇദ്ദേഹം യമനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ സയൻസ് വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാനും ഈജിപ്തും ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റികളുമായി നല്ല ബന്ധവും നെറ്റ്വർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റികളെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രോജക്റ്റ് ആദ്യം പരീക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇദ്ദേഹം ഇതിനുവേണ്ടി ചെയ്ത സൂത്രപ്പണി എന്താണ് എന്നതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് ശേഷമാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ കുറിച്ചൊക്കെ പാശ്ചാത്യ ലോകവും മാധ്യമങ്ങളും ഒക്കെ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള ചില പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും യൂട്യൂബിൽ ധാരാളം തെളിവുകളുള്ളതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇദ്ദേഹം ചെയ്ത സൂത്രപ്പണി എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ ട്രാപ്പിൽ അന്ന് കുടുങ്ങിപ്പോയ ഒരുപാട് വെസ്റ്റേൺ സ്കോളേഴ്സ് വെളിപ്പെടുത്തുന്നതിന്റെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഈ അന്വേഷണാത്മകമായ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ഇന്റർവ്യൂ നടത്തിയിട്ട് അതെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്.
വാൾ സ്ട്രീറ്റ് ജേണലില് ഇതിനെക്കുറിച്ചൊരു സീരിയൽ ആയിട്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിപ്പോഴും അവരുടെ ആർക്കൈവ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം ചെയ്ത പണി എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അറബ് യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാമിക് വെസ്റ്റേൺ സ്കോളേഴ്സിനെ പോയി ക്ഷണിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെയുള്ള ശാസ്ത്ര പണ്ഡിതന്മാരെ ഈ സെമിനാറുകളിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ സെമിനാറുകൾക്ക് വരാൻ വേണ്ടി അവർക്ക് വളരെ ആകർഷകമായിട്ടുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. $1000 പ്രതിഫലം കൊടുക്കുകയും പിന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും 5 സ്റ്റാർ സൗകര്യങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്തു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അങ്ങനെ ഇവരെ ഈ സെമിനാറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സെമിനാറിൽ അവർ അവതരിപ്പിക്കേണ്ട വിഷയം തെരഞ്ഞെടുക്കുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സൗകര്യമുള്ള ചില പ്രത്യേക വിഷയങ്ങൾ മാത്രമാണ് ഈ സെമിനാറുകളിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. ആ വിഷയങ്ങളിൽ പേപ്പർ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും വളരെ നല്ല രീതിയിൽ അവരെ അനൗപചാരികമായിട്ട് ആ സെമിനാറിന്റെ പേപ്പർ അവതരിപ്പിക്കുന്നതിന് ശേഷവും മുമ്പും അവരുമായി സംഭാഷണങ്ങൾ നടത്തുകയും അത്തരം സംഭാഷണങ്ങൾ അവര് അറിഞ്ഞോ അറിയാതെയോ വീഡിയോകളിൽ പകർത്തുകയും ചെയ്തു. ആ സംഭാഷണങ്ങളിൽ ഈ സിന്ധാനിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ചെയ്തത് ഇവരവതരിപ്പിച്ച പേപ്പറിലെ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഖുർആനും ഹദീസും വ്യാഖ്യാനങ്ങൾ, ഒറിജിനൽ ഖുർആനും ഹദീസും അല്ല, അതിന് ഇവർ നൽകിയ വ്യാഖ്യാനങ്ങൾ ഈ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഇവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ഇത് ഞങ്ങളുടെ ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്, നിങ്ങൾ പറഞ്ഞ വിഷയവുമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് അത് ശരിയാണ്, അത് അതിശയകരമായിരിക്കുന്നല്ലോ തുടങ്ങിയിട്ടുള്ള കമന്റുകൾ പറയുകയും ഇവർ ചോദിക്കുന്ന യെസ് ഓർ നോ ചോദ്യങ്ങൾക്ക് യെസ് എന്നും നോ എന്നും ഒക്കെ ഉത്തരം പറയുകയും ഒക്കെ ചെയ്തപ്പോ അതെല്ലാം വീഡിയോകളിൽ പകർത്തിയിട്ട് ആ വീഡിയോകളിൽ സ്വന്തമായി ചില കൃത്രിമമായ ചില മാനിപ്പുലേഷൻസ് കൂടെ നടത്തിയിട്ട് ഇവര് എഡിറ്റ് ചെയ്ത് ആ വീഡിയോകൾ പരസ്യപ്പെടുത്തി. പിന്നീട് ആ വീഡിയോകളെ തന്നെ അവലംബമാക്കിക്കൊണ്ട് ലഘുലേഖകളും പുസ്തകങ്ങളും അച്ചടിച്ചുകൊണ്ടാണ് ഇതാ ഖുർആനിലും ഹദീസിലും ശാസ്ത്രമുണ്ട് എന്ന് പാശ്ചാത്യ പണ്ഡിതന്മാർ തന്നെ പറയുന്നു എന്ന മട്ടിൽ പ്രചാരണം നടത്തിയത്. ഇതില് മാധ്യമങ്ങള് അഭിമുഖം നടത്തിയത് ഇങ്ങനെ ഇവർ പരസ്യപ്പെടുത്തിയ ചില പാശ്ചാത്യ ശാസ്ത്രകാരന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പേരുകൾ അന്വേഷിച്ചുകൊണ്ട് അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഈ മാധ്യമങ്ങൾ കണ്ടെത്തുകയും അവരുമായി നടത്തിയ ഇന്റർവ്യൂകളുടെ യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വീഡിയോകളൊക്കെ കാണാം. ഇതിൽ പറയുന്ന ഈ വില്യം ഹേ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഇവരുടെ പല പുസ്തകങ്ങളിലും അന്ന് ഇവർ പ്രചരിപ്പിച്ച പല പുസ്തകങ്ങളിലും ഈ വില്യം ഹേയുടെ പേര് വായിച്ചത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇതിൽ പറയുന്ന പല പേരുകളും അതിൽ പരാമർശിച്ചതായി ഓർമ്മയുണ്ട്. വില്യം ഹേ ഉൾപ്പെടെ ഇവരെല്ലാം പറയുന്നത് ഞങ്ങളെ ട്രാപ്പിൽ കുടുക്കുകയായിരുന്നു, ചതിയിൽ കുടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽവിലാസത്തിൽ ഇവർ പ്രചരണം നടത്തുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെയാണ് ട്രാപ്പിൽ കുടുക്കിയത്, ഈ സെമിനാറുകൾക്ക് വരുന്ന ആളുകളെ എങ്ങനെയാണ് ട്രാപ്പിൽ കുടുക്കിയത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇവര് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ സിന്ധാനി പ്രോജക്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പാശ്ചാത്യരായ ശാസ്ത്രകാരന്മാരെ കൊണ്ട് തന്നെ സാക്ഷ്യം പറയിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രചാരണങ്ങൾ തുടങ്ങാൻ ചില ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജിഹാദ് പ്രോജക്റ്റിലെ പ്ലാൻ എ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം വരികയും ലോകത്തെ എല്ലായിടത്തും ഈ അക്രമങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും സാമ്രാജ്യം വളർത്താനും മതം വളർത്താനുമൊക്കെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും ലോകം കുറെ കൂടി സമാധാനത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത ഒരു കാലത്ത്, അതുപോലെ തന്നെ യൂറോപ്പിലും മറ്റും ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് മുമ്പിൽ ക്രിസ്തുമതം നട്ടലൊടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഇസ്ലാമിക ജിഹാദിന്റെ പ്ലാൻ ബി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത്.
അതിന്റെ ഭാഗമായിട്ട് പാശ്ചാത്യരെ, പ്രത്യേകിച്ച് ക്രിസ്തുമതം തകർന്നു കിടക്കുന്ന യൂറോപ്പിലും മറ്റും പോയിട്ട്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് ഈ ശാസ്ത്രം തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത് ഫലപ്രദമാകുമെന്ന ബുദ്ധിയിൽ നിന്നാണ് ഈ പ്രോജക്റ്റ് രൂപം കൊള്ളുന്നത്. അതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച അബ്ദുൽ മജീദ് സിന്ദാനി യഥാർത്ഥത്തിൽ ഒരു അൽ ഖ്വയ്ദ ഭീകരനായിരുന്നു. ഇതാണ് ഖുർആനിലെ ശാസ്ത്ര അത്ഭുതങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഒരു തുടക്കം. ഇത് പാശ്ചാത്യ ലോകത്ത് ഇവരിത് തുടങ്ങുകയും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇത് ആവിഷ്കരിച്ച് പാശ്ചാത്യ രാജ്യത്തെല്ലാം പുസ്തകങ്ങളായും ലഘുലേഖകളായും വീഡിയോകളായും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സലഫി ഇസ്ലാമിസ്റ്റുകളും ഈ പ്രചരണം ഏറ്റെടുത്തിരുന്നു. അന്ന് നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നും ലഘുലേഖകളിൽ നിന്നും വീഡിയോ കാസറ്റുകളിൽ നിന്നും ഒക്കെയാണ് ഖുർആനിലുള്ള ശാസ്ത്ര അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അന്ന് നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് പോലും നമ്മൾ വൈകിയാണ് അറിയുന്നത്. ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ അന്ന് ആദ്യകാലത്തൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണമാണ്. ആ പ്രോജക്റ്റ് ഫലപ്രദമാണ് എന്ന് കണ്ടപ്പോൾ അതിലേക്ക് ചിലർ ബോധപൂർവം തന്നെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ട്രാപ്പിൽ കുടുങ്ങിയ ആളുകൾക്ക് പുറമെ ഇവരെ ബോധപൂർവം സഹായിച്ചിട്ടുള്ള ആളുകളും പാശ്ചാത്യ ലോകത്തുണ്ട്. അതിൽപ്പെട്ട രണ്ടുപേരാണ് മോറിസ് ബുക്കായും കീത്ത് മൂറും. കീത്ത് മൂർ എന്ന് പറയുന്ന കാനഡക്കാരൻ, ടൊറന്റോയിലെ ഒരു ബയോളജിസ്റ്റ് അല്ല ഒരു ഡോക്ടറായിട്ടുള്ള ഒരാള്. ഈ കീത്ത് മൂർ 1970കളിൽ സൗദി അറേബ്യയിലെ രാജകുടുംബത്തിലെ മെഡിക്കൽ അഡ്വൈസറായിട്ടും അവരുടെ ചികിത്സകരായിട്ടും അറേബ്യയിൽ കുറച്ചു കാലം താമസിച്ചിട്ടുള്ള ആളാണ് ഈ കീത്ത് മൂർ എന്ന് പറഞ്ഞത്. അദ്ദേഹം 76ലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ ഈ സിന്ദാനിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ കീത്ത് മൂറിനെ സന്ദർശിച്ച് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പുസ്തകം അറബിയിൽ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അതിനവർ കണ്ടീഷൻ വെച്ചു. പക്ഷേ ആ പുസ്തകത്തിൽ ഞങ്ങള് കുറച്ച് ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിച്ചേർക്കും. അങ്ങനെ ഈ കീത്ത് മൂറിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന എംബ്രിയോളജിയുടെ പുസ്തകത്തിൽ സിന്ദാനിയാണ് ഖുർആനും ഹദീസും കൂട്ടിച്ചേർത്തത്. കീത്ത് മൂർ തന്നെ പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഖുർആൻ അറിയില്ല, അറബി അറിയില്ല, ഹദീസ് അറിയില്ല. അദ്ദേഹത്തിന്റെ എംബ്രിയോളജി പുസ്തകത്തിൽ ഖുർആനും ഹദീസും അതിന്റെ വ്യാഖ്യാനങ്ങളും ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക് എംബ്രിയോളജി പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത് സിന്ദാനിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കീത്ത് മൂറിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, സിന്ദാനിയെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇത് കീത്ത് മൂറിന്റെ പുസ്തകമാണ് എന്ന മട്ടിലാണ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടത്. അതുപോലെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ആള് അൻവർ സാദത്തിന്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് വിളിച്ചു കൊണ്ടെന്ന് അവിടുത്തെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലൊക്കെ കൊണ്ടെന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഉപ്പിലിട്ട് വെച്ച ഫിറഔന്റെ ശാസ്ത്രമൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം പറഞ്ഞത് റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫറോവയാണ് ഈ മൂസാ നബിയുടെ കാലത്ത് കടലിൽ മുങ്ങി മരിച്ച ഫിറഔൻ എന്നാണ് ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നീട് മോറിസ് ബുക്കായി തന്നെ പറഞ്ഞു അത് റാംസസ് രണ്ടാമന്റെ മകനായിട്ടുള്ള മർനാപ്ത എന്ന് പറയുന്ന ഫിറഔനാണ് എന്ന് മാറ്റി പറഞ്ഞിട്ടും ഇവിടെ പഴയ കാസറ്റുകൾ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഒറിജിനൽ ഫിറഔൻ എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്തവരാണ് ഫിറൌന്റെ ഈ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയത്. പക്ഷെ ഇപ്പോ ഫിറൌന്റെ അത്ഭുതമൊക്കെ അവര് തന്നെ പിൻവലിക്കുകയും അതൊക്കെ തട്ടിപ്പായിരുന്നു എന്ന് ഇസ്ലാമിസ്റ്റുകൾ തന്നെ പറയുകയും ചെയ്യുന്നു. ഇനി ഇതൊരു നല്ല ഏർപ്പാടാണ് എന്ന്, ലാഭകരമായ ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി വേറെ ചില തട്ടിപ്പുകാരും ഇതിനകത്തേക്ക് പെട്ടെന്ന് കയറി വന്നു. അതിലൊരാളാണ് ഹാറൂൻ യഹിയ, വേറൊരാളാണ് റഷാദ് ഖലീഫ. ഈ റഷാദ് ഖലീഫ അമേരിക്കക്കാരനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുർആനിൽ ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്ര അത്ഭുതം 19ന്റെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട്
നമ്മുടെ കമാൽ പാഷ, തിരൂരങ്ങാടി കോളേജിലെ പ്രൊഫസർ കമാൽ പാഷ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. ഖുർആൻ നിറയെ 19 ഗുണിതങ്ങളും അതിന്റെ ലോക്കിങ്ങുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്ഭുതം. ആ പുസ്തകം കണ്ട ഉടനെ എന്റെ സുഹൃത്ത് കണക്കുകൾ മുഴുവൻ ഖുർആൻ നിരത്തി വെച്ച് 2 മാസം മെനക്കെട്ട് മാനുവലായിട്ട് ഖുർആനിലെ മുഴുവൻ വാക്കുകളും അക്ഷരങ്ങളും എണ്ണി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി കണക്കുകൂട്ടി. ഇത് പരിശോധിച്ചു നോക്കുമ്പോ മരുന്നിന് പോലും ഒരെണ്ണയില് കറക്റ്റല്ല, മുഴുവൻ കള്ളക്കണക്കുകളാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം കമാൽ പാഷയെ വിളിച്ചു. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോ കമാൽ പാഷയുടെ മറുപടി കേട്ട് ബഷീർ മാഷ് ഞെട്ടിപ്പോയി. അത് റഷാദ് ഖലീഫ എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഒരെണ്ണം സാമ്പിളിന് എണ്ണി നോക്കിയിരുന്നെങ്കിൽ ഈ അബദ്ധം ഇവിടെ പ്രചരിപ്പിക്കുമായിരുന്നില്ല. ഇപ്പോ 19 അത്ഭുതക്കണക്കിനെയും ഇസ്ലാമിസ്റ്റുകൾ തള്ളിപ്പറഞ്ഞു. ഫിറൗനെ തള്ളിപ്പറഞ്ഞവർ തന്നെ അതിനെയും തള്ളിപ്പറഞ്ഞു. ഈ റഷാദ് ഖലീഫ പിന്നീട് അമേരിക്കയിൽ പല തട്ടിപ്പുകളും നടത്തി ഒരു പള്ളിയൊക്കെ സ്വന്തമായി ഉണ്ടാക്കി ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് പറയുകയും അതിനെ തുടർന്ന് ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് തന്നെ റഷാദ് ഖലീഫയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മുസ്ലിങ്ങളായിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. റഷാദ് ഖലീഫ എന്ന തട്ടിപ്പുകാരൻ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. ഹാറൂൻ യഹിയ എന്ന് പറയുന്നയാള് ഖുർആനിലെ ശാസ്ത്രം കണ്ടെത്താൻ വേണ്ടി ഗവേഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് വിട്ടു. അതിൽ അദ്ദേഹം ആദ്യം പുറത്തുവിട്ട ഒരു അത്ഭുതം ഇവിടെ എല്ലാവരും ഏറ്റുപിടിച്ചു. ഇവിടെ എന്നല്ല, ലോകം മുഴുവൻ ഏറ്റുപിടിച്ചു. കളവെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക, കയറ് മാത്രമല്ല പാല് കറക്കാനുള്ള പാത്രം കൂടി എടുക്കുക എന്നതാണ് നമ്മുടെ വിശ്വാസി സമൂഹത്തിന്റെ ഒരു ശീലം. ഹാറൂൻ യഹിയ ആദ്യം പറഞ്ഞു, കണ്ടോ ഖുർആനിലെ 7 ആകാശം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ 7 ആകാശം? അറ്റ്മോസ്ഫിയറിന്റെ, നമ്മുടെ അന്തരീക്ഷ വായുവിന്റെ ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെയറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രം. അതാണ് 7 ആകാശം എന്ന് പറഞ്ഞ് ഹാറൂൻ യഹിയ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു. എന്റെ ആദ്യത്തെ രണ്ടാമത്തെ യുക്തിവാദ ലേഖനത്തിൽ ഞാൻ ഈ അബദ്ധം, ഇത് മരമണ്ടത്തരമാണ് എന്ന് പൊളിച്ചു കാണിച്ചു. എന്താ മണ്ടത്തരം? അങ്ങനെ വരുമ്പോ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉയരത്തിലുള്ള അവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്കുള്ള അന്തരീക്ഷ വായുവാണ് സമാ ഉദ്ദുന്യ, 1-ാം ആകാശം. ഖുർആനിൽ പറയുന്നത് സകല നക്ഷത്രങ്ങളും സമാ ഉദ്ദുന്യാവില് അള്ളാഹു അലങ്കാരത്തിന് വേണ്ടി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്നാ. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ അന്തരീക്ഷ വായുവിന്റെ 12 കിലോമീറ്ററിന്റെ ഉള്ളിലാണോ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇതിനേക്കാളും വലിയ മണ്ടനാക്കുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആ ലേഖനം ഞാന് കമാൽ പാഷ ഉൾപ്പെടെ അന്നത്തെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ, അന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഇല്ല, അന്ന് വേറെ ഒരു വിഭാഗമാണെന്നുള്ളത്, അന്ന് ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെയാണ് ഇറക്കുന്നത്. അവർക്കെല്ലാം അതിന്റെ കോപ്പികൾ അയച്ചു കൊടുത്തു. ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്കെല്ലാം ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ മാസിക അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും പതിറ്റാണ്ടുകൾ ഇതേ ആളുകൾ ഇതേ അബദ്ധം ഇവിടെ പ്രചരിപ്പിച്ചു. അങ്ങനെ അവസാനം വിശ്വാസികൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോ ഇപ്പൊ പറയുന്നു അതും മണ്ടത്തരമായി പോയി എന്ന് അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ തന്നെ ഇപ്പൊ തുറന്നു പറയുന്നു. നമ്മൾ അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്തത് മാത്രമല്ല, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും മണ്ടത്തരമാണ് എന്നാണ് ഇനി തെളിയിക്കപ്പെടാൻ പോകുന്നത്. ഈ സിന്ധാനി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇവർ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഖുർആനിലുള്ള ഞാൻ പറഞ്ഞ ശാസ്ത്ര മണ്ടത്തരങ്ങളെ വ്യാഖ്യാനം കൊണ്ട് അറബി പദങ്ങളുടെ അർത്ഥം മാറ്റിക്കൊണ്ട് നമ്മുടെ സാക്കിർ നായിക്കും കൂട്ടരും ഇപ്പോ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദഹാഹ എന്ന വാക്കിന് ഒട്ടകപ്പക്ഷി മുട്ടയിടാൻ വേണ്ടി സ്ഥലം ചിക്കി നിരത്തുന്നതിനാണ് ദഹാഹ എന്ന് പറയുക എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നെങ്കിൽ സാക്കിർ നായിക്ക് പറഞ്ഞത് അതിന്റെ അർത്ഥം ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നാണ്. അതുകൊണ്ട് ആ ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്ന്. ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ഖുർആനിലുള്ള അബദ്ധങ്ങളെ സുബദ്ധങ്ങളാക്കി മാറ്റാനുള്ള വ്യാഖ്യാന കസർത്തുകളാണ് ഈ പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഖുർആനിൽ
തെളിച്ചു കടത്തിയിട്ടുള്ളതെല്ലാം ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഒളിച്ചു കടത്തിയിട്ടുള്ളത് ബിഗ് ബാങ് തിയറി പോലുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞു തരാൻ അറിയാത്ത ദൈവം ബിഗ് ബാങ് തിയറിയും ക്വാണ്ടം തിയറിയും ഒക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രോജക്ടിന്റെ ആളുകൾ ഇപ്പോ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരന്ന ഭൂമിയെ ഉരുട്ടുക, 7 ആകാശങ്ങളെ അടുക്കി വെക്കുക, സൂര്യനെ ഗാലക്സിയിൽ ചുറ്റിക്കുക, മനുഷ്യന്റെ വൃഷണം താഴ്ത്തുനിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുതുകിലേക്ക് കൊണ്ടുപോവുക, ശുക്ലത്തിൽ ബീജം കൊണ്ടുപോയി നിറയ്ക്കുക, ചോരക്കട്ടയെ ഭ്രൂണമാക്കുക, ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഭീമമായ അബദ്ധമാണ്, പ്രകടമായ അബദ്ധമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിലൊരു അബദ്ധത്തെ വ്യാഖ്യാനിച്ച് കുഴഞ്ഞു വീണവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ശാസ്ത്രപ്രചാരകരിൽ പലരും. ഞാൻ അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇവിടെ പ്ലേ ആവുന്നില്ല, അത് ഞാൻ പിന്നീട് കാണിക്കാം. അതില് ഒരു ഉദാഹരണം, ഖുർആനില് മനുഷ്യന്റെ ശുക്ലം പുറപ്പെടുന്നത് സുൽബിന്റെയും തറായിബിന്റെയും ഇടയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സുൽബും തറായിബും? സുൽബും തറായിബും എന്താണെന്ന് ചോദിച്ചാല് ഇസ്ലാമിക മുഫസ്സിറുകള് 100 കണക്കിന് അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം 10 പണ്ഡിതന്മാര് 10 വ്യാഖ്യാനം കൊടുത്താൽ നമുക്ക് അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ 10 പണ്ഡിതന്മാർ 25 വ്യാഖ്യാനം കൊടുത്താൽ മഹാത്ഭുതം എന്ന് പറയേണ്ടി വരും. ഇവിടെ അക്ബർ സാഹിബിന്റെ തന്നെ 4ഓ 5ഓ അഭിപ്രായങ്ങൾ, അർത്ഥം മാറ്റി, ആശയം മാറ്റി, വ്യാഖ്യാനം മാറ്റിയതിന്റെ 4ഓ 5ഓ ഉദാഹരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതില് 3 ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് പ്ലേ ചെയ്യാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു ക്ലിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഖുർആനിലെ ഓരോ പദങ്ങളും കൃത്യവും വ്യക്തവുമാണ്, ഇനി അതിനപ്പുറം ഒരു പദം പ്രയോഗിക്കാനില്ല എന്ന് അക്ബർ സാഹിബ് പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു ക്ലിപ്പ് കൂടെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അതിലാദ്യം ഈ സുൽബും തറായിബും ആദ്യം ഇവിടെ വ്യാഖ്യാനിച്ചത്, ഞാനിത് ശ്രദ്ധിക്കുന്ന കാലത്ത്, ഞാൻ ഖുർആനിലെ ഭ്രൂണശാസ്ത്രം എന്ന ലേഖനം എഴുതുന്ന കാലത്തുണ്ടായിരുന്ന വ്യാഖ്യാനം വളരെ വിചിത്രമായൊരു വ്യാഖ്യാനമായിരുന്നു. അതായത് ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ആ ശിശുവിന്റെ വൃഷണം ആ കുട്ടിയുടെ ശരീരത്തിന്റെ പുറത്തേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ആ കുട്ടി, ആ വൃഷണം കിടക്കുന്ന ഭാഗം ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ വാര്യലിന്റെയും മുതുകലിന്റെയും അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യകാലത്ത് വ്യാഖ്യാനങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, എങ്ങനെയാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത്. വ്യാഖ്യാനിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല, വായിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് പിന്നെ വൃഷണത്തിലേക്കുള്ള നാഡീഞരമ്പുകൾ പുറപ്പെടുന്നത് നെഞ്ചിന്റെ ഉള്ളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം. അതാണ് മൗദൂദിയും സാക്കിർ നായിക്കും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടാണ് ഇതൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വ്യാഖ്യാനം. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവസാനം പറയുന്നത്, അക്ബർ സാഹിബ് തന്നെ പറയുന്നത്, ഇതൊക്കെ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ശരിയാവുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക മാത്രമേ വിശ്വാസികൾക്ക് നിവൃത്തിയുള്ളൂ എന്നാണ്. ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എന്താണ് ഈ സുൽബും തറായിബും? ഏറ്റവും അവസാനം പറയുന്നത് നോണ അങ്ങ് പറയുക. അതായത് സുൽബ് എന്ന് പറഞ്ഞാല് കടിപ്രദേശമാണ്. സുൽബ് കടിപ്രദേശമാണെങ്കിൽ ഇത്രയും കാലം അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശാസ്ത്രം ഇത് കണ്ടുപിടിച്ച കാലം തൊട്ട് തന്നെ ഇത് കടിപ്രദേശമാണെന്ന് അർത്ഥം കൊടുത്താൽ പോരായിരുന്നോ? ഇത്രയൊക്കെ മലക്കം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം ഇല്ല. സുൽബ് എന്ന് പറഞ്ഞാൽ മുതുകാണ്. മുതുകാണ് എന്നുള്ളത് ഖുർആനിൽ പല സ്ഥലത്തും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദമിന്റെ സന്തതികളെ കുറിച്ച് പറയുന്നിടത്ത് അവരുടെ മുതുകുകളിൽ നിന്നുള്ള സന്തതികൾ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങളുടെ മുതുകിൽ നിന്നുള്ള പുത്രന്മാരുടെ ഭാര്യമാരെ എന്ന് പറയുന്നത്. ഹദീസുകളിൽ മുഴുവൻ കുട്ടികൾ ഉണ്ടാകുന്നത് മുതുകിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ മുതുകിൽ നിന്നാണ് ഈ സാധനം വരുന്നത് എന്നത് 6-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പും
ബാബിലോണിയയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പൊതുവായ അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം കേട്ടു വളർന്ന മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ വെളിപാട് പുസ്തകത്തിൽ ആ അബദ്ധം എഴുതി വെച്ചു എന്നതാണ് ലളിതമായ ഉത്തരം. അതല്ലാതെ ലോകാവസാനം വരെ നമ്മൾ ഇതിനെന്തെങ്കിലും ശാസ്ത്രം വരുമെന്ന് കാത്തിരിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഒരബദ്ധമെങ്കിലും ഖുർആനിൽ ഉണ്ടെങ്കിൽ ഖുർആൻ ദൈവികമല്ല എന്നതിന് പിന്നെ നമ്മൾ വേറെ തെളിവ് അന്വേഷിച്ച് പോവുകയും വേണ്ട. ഇനി ശാസ്ത്രം എങ്ങനെയാണ് ഈ ഒളിച്ചു കടത്തിയ ശാസ്ത്രം കണ്ടെത്തുന്നതിന്റെ ചില കോമഡി ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോഴേക്ക് ഏകദേശം എന്റെ സമയം കഴിയും. അതിലൊന്ന് ഇതാണ്, മസ്തിഷ്കത്തിന്റെ, ഇത് കുറെ നേരത്തെ ഉള്ളതാണ്, അപ്പൊ ഞാനൊക്കെ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയ കാലത്തുള്ള ഒരു വ്യാഖ്യാനമാണ്. മസ്തിഷ്കത്തിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലാണ് മനുഷ്യൻ തിന്മ ചെയ്യാനും നുണ പറയാനും ഒക്കെയുള്ള ഫാക്കൽറ്റി കിടക്കുന്നത് എന്ന് ഖുർആൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയുമ്പോഴാണ് അതിന്റെ കോമഡി. ഖുർആനിൽ ആ കാലത്ത് ഖുറൈശികളായ മുശ്രിക്കുകളായ നേതാക്കന്മാരെ ചീത്ത പറയുന്ന കുറെ അധ്യായങ്ങളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ തെറിപ്പാട്ടുകൾ. അങ്ങനത്തെ ഒരു തെറിപ്പാട്ട് പോലെയുള്ള ഒരു ഖുർആൻ സൂക്തത്തില് അബൂജഹലിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. നിന്റെ നാസിയ പിടിച്ച് ഞാൻ വലിക്കും. ആ കള്ളത്തരം ചെയ്യുന്ന നാസിയ ഉണ്ടല്ലോ, ആ കള്ളം പറയുന്ന നാസിയ ഉണ്ടല്ലോ, അത് ഞാൻ പിടിച്ചു വലിക്കും എന്ന് അള്ളാഹു ഈ അബൂജഹലിനെ ചീത്ത പറയുന്ന ഈ ഒരു സൂറത്ത്. ആ സൂറത്തിലെ നാസിയ പിടിച്ചു വലിക്കും എന്ന് പറയുന്ന നാസിയമ്മലാണ് വ്യാഖ്യാന ഫാക്ടറി പ്രവർത്തിച്ചത്. നാസിയ എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ മുകളിലുള്ള മുടിയാണ്, കുടുമയാണ്. എന്റെ കുടുമ പിടിച്ചു വലിക്കുന്നതാണ് ഈ പറയുന്നത്. ആ കുടുമ, നെറ്റിയുടെ മുകളിലുള്ള മുടിയാണ് കുടുമ. ആ കുടുമയെ എന്ത് ചെയ്തു, മെല്ലെ നമ്മളെ ഇത് ഡ്രില്ല് ചെയ്തിട്ട്, തലയോട് ഡ്രില്ല് ചെയ്തിട്ട് ഉള്ളിലേക്കാണ് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പഠിച്ച അള്ളാഹു പിടിച്ചു വലിക്കണമെങ്കിൽ ഇതൊക്കെ ഓട്ട കുത്തണം. ഇത് നമ്മുടെ തലയോട് ഓട്ട കുത്തിയിട്ട് വേണം അള്ളാഹുവിന് അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇത് വലിക്കണമെങ്കിൽ. അള്ളാഹു അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അള്ളാഹു മുടി പിടിച്ചു വലിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് കൊണ്ടുപോയിട്ട് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ശാസ്ത്രം മുഴുവൻ ഖുർആനിലുണ്ട് എന്ന് വ്യാഖ്യാനിച്ചു കളഞ്ഞു വരും. എന്നാൽ ആ ഖുർആനില് മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ മനസ്സ്, ആ സാധനം ചിന്ത, ഓർമ്മ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എവിടെയാണ് എന്ന് ഖുർആനിൽ നിരവധി സ്ഥലത്ത് അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു. നെഞ്ചിന്റെ ഉള്ളിലെ ഹൃദയം, ആ ഹൃദയത്തിലാണ് മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നും അല്ലാതെ തലച്ചോറ് എന്ന ഒരു അവയവത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെയും കമ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. തലച്ചോറ് എന്ന് പറയുന്ന ഒരു അവയവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു ഖുർആൻ എഴുതിയ ദൈവത്തിനും അത് അവതരിപ്പിച്ച പ്രവാചകനും അത് കൊണ്ടുവന്ന ജിബ്രീലിനും. എന്നിട്ട് ഈ കുടുമ പിടിച്ചു വലിക്കുന്ന പറഞ്ഞതിനെ തലച്ചോറ് ശാസ്ത്രമാക്കിയിട്ട് ഈ കുറവ് നികത്തുകയാണ് സിന്ധാനി പ്രോജക്റ്റിലെ ആളുകൾ. സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മറ്റൊന്ന്, ഇരുമ്പ് ഇറക്കി, അതാണ് ഒരു വലിയ ശാസ്ത്രം പറയുന്നത്. എന്താണ്? അൻസൽന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇരുമ്പ് എന്ന് പറയുന്നത് സൂപ്പർനോവയൊക്കെ പൊട്ടിയപ്പോ അതിനകത്തുനിന്ന് സൗരയൂഥത്തിന്റെ ഒക്കെ പുറത്തുനിന്ന് വന്നതാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, അള്ളാഹു ഇറക്കി എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അവിടെ ഇരുമ്പിന്റെ ശാസ്ത്രം ഖുർആനിലുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരുപാട് ലോജിക്കൽ ഫാലസികൾ വലിയ കോമഡിയാണ്. ഒരൊറ്റ സെന്റൻസിൽ നിന്ന് അവര് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതാണ് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റുക. ആ സെന്റൻസിന്റെ തന്നെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കാര്യം അതിനേക്കാൾ വലിയ മണ്ടത്തരമായിരിക്കും. അതവിടെ വെച്ചിട്ട് മറ്റേത് എടുത്തുകൊണ്ട്, ഇവിടെ നോക്കൂ നിങ്ങൾ, തുലാസും ഇറക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇരുമ്പും ഇറക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുലാസ് സൂപ്പർനോവയെന്ന് അസംബിൾ ചെയ്തിട്ട് ഇറക്കിയതാ? അങ്ങനെ വേണ്ടേ വ്യാഖ്യാനി? ഈ ഇരുമ്പിനെ മാത്രം ശാസ്ത്രത്തിനൊപ്പിച്ച് ഇറക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഇറക്കിയ തുലാസ് അസംബിൾ ചെയ്ത് ഇറക്കണ്ടേ അവിടുന്ന്? മാത്രല്ല ഖുർആനിൽ ഒരുപാട് ഇറക്കലുണ്ട്. കന്നുകാലികളെ ഇറക്കിയിരിക്കുകയാണ്. സൂപ്പർനോവയെന്നാണോ ഒട്ടകവും കുതിരയും കോവർ കഴുതിയൊക്കെ ഇറങ്ങിയത്? അതാണോ അതിന്റെ അർത്ഥം? മന്നായും സൽവായും ഇറക്കി എന്ന് പറയുന്നു, വസ്ത്രം ഇറക്കി എന്ന് പറയുന്നു, ആഹാരം ഇറക്കി എന്ന് പറയുന്നു. ഖുർആനിൽ ഇറക്കലൊരു പതിവാണ്.
അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ചും ഇറക്കി എന്നാണ് ഖുർആനിൽ പറയുക. 88 തവണ ഈ അൻസൽന എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അൻസല എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം മഴ ഇറക്കുന്നതിനെ കുറിച്ചും മറ്റു പലതും ഇറക്കുന്നതിനെ കുറിച്ചാണ്. അതൊന്നും ശാസ്ത്രമാക്കി വ്യാഖ്യാനിക്കാൻ ഈ ഇറക്കലെടുക്കാതെ ഇരുമ്പിനെ മാത്രം മുറിച്ചെടുത്ത് ഇരുമ്പിന്റെ കൂടെ പറഞ്ഞ തുലാസിനെ പോലും മാറ്റിവെച്ചിട്ട് അത് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ടാണ് അതിനെ ശാസ്ത്രമാക്കി മാറ്റുന്നത്. ഇതുപോലെയുള്ള കോമഡികളാണ് ശരിക്കും ഇവര് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ടെക്സാസ് ഷാർട്ട് ഷൂട്ടർ ഫാലസി എന്നാണ് പറയാ. ഷാർപ്പ് ഷൂട്ടർ ഫാലസി. അതായത് ഒരു വെടിക്കാരൻ, വലിയ വെടിക്കാരനാണെന്ന് വീമ്പ് പറയുന്ന ഒരു വെടിക്കാരൻ ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. അയാൾ ആ പലകമേൽക്ക് നിറയെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വരുമ്പോ അയാൾ വെച്ച ഒരു വെടിന്റെ അടയാളത്തിന് ചുറ്റും ടാർജറ്റ് വരയ്ക്കാം. എന്നിട്ട് അയാൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, കണ്ടോ എന്റെ വെടി എത്ര കറക്റ്റാണ്, ബാക്കി വെടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള അബദ്ധങ്ങളെയും മറുഭാഗങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം മാത്രം എടുത്ത് ബാക്കി എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ പേരാണ് ഈ ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി അല്ലെങ്കിൽ ന്യായ വൈകല്യം. അത്തരത്തിലുള്ള നിരവധി ന്യായ വൈകല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആനിൽ ശാസ്ത്രം മെനയുന്നത്. മറ്റൊരു ചില കോമഡികൾ കൂടി നോക്കാം. ഖുർആനിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തല്. എന്താ അതിന്റെ തെളിവെന്നറിയോ? സ്വർഗത്തിൽ ഉറുമാമ്പഴം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഉറുമാമ്പഴം ഹാർട്ട് അറ്റാക്കിന് നല്ലതാണെന്ന് ഇപ്പോ ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടങ്ങൾ സ്വർഗത്തിൽ ഉറുമാമ്പഴം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ പറ്റി അറിവുണ്ടാവേണ്ടേ എന്നാണ്. പക്ഷേ നമ്മള് ഒരു സാമാന്യ യുക്തിയുള്ള ഒരു വിശ്വാസിക്ക് ചോദിക്കാം, അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്ഥല? സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സ്ഥലമാണോ? അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സങ്കല്പമല്ലേ? അവിടെ എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്? സ്വർഗത്തിലെ ഹാർട്ട് അറ്റാക്കും ഗ്യാസ് ട്രബിളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ സ്വർഗം? അത് ആലോചിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലെ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കറ എന്നൊരു പ്രയോഗമുണ്ട്. അവിശ്വാസികളുടെ ഹൃദയത്തിൽ കറ എന്നുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമ പറഞ്ഞുകൊണ്ട് പറയാണ്, കണ്ടോ കൊളസ്ട്രോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുതിയ വ്യാഖ്യാനങ്ങളാണ്. കണ്ണ് വെളുത്തിട്ടാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഏതോ ഒരു കഥ പറയുമ്പോ അത് വെച്ചിട്ട് പറയുന്നു, കണ്ടോ കാട്രാക്ട് തിമിരം ഖുർആനിലുണ്ട്. ബെഡ് സോർ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താ ബെഡ് സോർ? നമ്മൾ ബെഡിൽ കുറെ കാലം അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ വ്രണം ഉണ്ടാവും. അതിനാണ് ബെഡ് സോർ എന്ന് പറയുന്നത്. കഴിഞ്ഞോ? ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അതെന്താ ബെഡ് സോർ? എന്താണ് അത്? മറ്റേ ഗുഹാവാസികളുടെ കഥ പറയുമ്പോൾ അള്ളാഹു തിരിച്ചും മറിച്ചിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബെഡ് സോർ ഉണ്ടാകുന്നത് കൊണ്ടാണ് തിരിച്ചും മറിച്ച്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി കൂട്ടിക്കുഴച്ചിട്ട് നടത്തുന്ന ഇത്തരം ഫാലസികളാണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്റെ വിഷയം ഇവിടെ വളരെ അപൂർണമായിട്ടേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത സെഷനിലൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും ഒപ്പം എന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയും അക്ബർ സാഹിബ് അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനോട് അടുത്ത സെഷനിൽ പ്രതികരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.